ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് 2 ആഴ്ച മുന്നേ കഫും കോൾഡും ഒക്കെ വന്നിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ മാക്സിമം വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കയുടെ റെസിപ്പി കേട്ടോ. നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് നമുക്ക് ആവശ്യമായ ചക്ക ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. കൂഴിച്ചക്ക ആണെങ്കിൽ കൈ കൊണ്ട് നുടച്ച് കൊടുത്താൽ മതി, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിലേക്ക് ഒരു 5-6 ഏലക്കയുടെ കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് നമുക്ക് ഈ ചക്കയൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ചക്കയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ചക്കയുടെ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചക്കയും ആ ഒരു നെയ്യിൻ്റെയും എല്ലാം കൂടെ മിക്സൊക്കെ ആക്കിയപ്പോഴത്തേക്ക് നല്ലൊരു മണം വരിക കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ഇതുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കുമ്പോഴേ. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ശർക്കര ഉരുക്കിയതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്, അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി കേട്ടോ. അപ്പോൾ ഞാനൊരു 7-8 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു പഴവും ചക്കയും അതുപോലെ ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാ ചിരവി ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് രാവിലെയോ വൈകുന്നേരത്തെ ചായക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും നല്ലൊരു അടയാട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഒരു ചക്കയുടെ മണമൊക്കെ വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പൊടിയൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് അപ്പത്തിനൊക്കെ എടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ ആ ഒരു കുഴച്ച് വെച്ചേക്കുന്ന ചക്കയുടെ മിക്സില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എല്ലാം മിക്സ് ആവുള്ളൂ. ഇനി നമുക്ക് അട തയ്യാറാക്കാം. അതുപോലെ ഇല ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ എടുത്ത് പരത്തി കൊടുക്കണം കേട്ടോ. ഇനി എല്ലാം ചെയ്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ അടയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പച്ചണ്ടിൽ വെള്ളം വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. മുഴുവനും റെഡിയാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എല്ലാം അതുപോലെ ഇലയിൽ പരത്തിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടൊരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്കയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല വെന്ത് നല്ല മണം വരിക കേട്ടോ. അതിങ്ങനെ തുറക്കുമ്പോൾ നല്ല മണം വരിക. നമ്മുടെ ചക്കയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10-20 മിനിറ്റ് അതിൽ കൂടുതൽ വേണം. ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് മതി നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരും അതിങ്ങനെ തുറന്നപ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.